നമുക്ക് ഈ വീഡിയോയിൽ പ്ലാനറ്ററി എക്സ്പ്ലോറേഷൻസ് നോക്കാം. അതായത് നമ്മൾ എർത്തിൻ്റെ തന്നെ സാറ്റലൈറ്റ് ആയിട്ടുള്ള മൂണിനെ കുറിച്ചിട്ട് മാത്രമാണ്, അവിടേക്കുള്ള എക്സ്പ്ലോറേഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇതുവരെ നോക്കി. ലാസ്റ്റ് വീഡിയോയിൽ ഐ വാസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ദാറ്റ് നൗ ഇതിൽ പ്ലാനറ്ററി എക്സ്പ്ലോറേഷൻസ് എന്തൊക്കെയാണ്, മറ്റുള്ള പ്ലാനറ്റ്സും ആ പ്ലാനറ്റ്സിൻ്റെ മൂണുകളിലേക്കും ആ പ്ലാനറ്റ്സിനും ഉണ്ടാവുമല്ലോ സാറ്റലൈറ്റ്സ്, അതിലോട്ടും വ്യാപിപ്പിച്ചിട്ടുള്ള അവിടെയൊക്കെ ബയോ സിഗ്നേച്ചേഴ്സ് അവൈലബിൾ ആണോ, അവിടെയൊക്കെ ലൈഫ് സസ്റ്റെയിൻ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ, അവിടെയെല്ലാം ഹാബിറ്റബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു അവസ്ഥ ഉണ്ടോ എന്ന് പഠിക്കുന്ന തരത്തിലുള്ള പ്ലാനറ്ററി എക്സ്പ്ലോറേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ യൂറോപ്പ ക്ലിപ്പർ നാസയുടെ, അതുപോലെ തന്നെ ജൂസ് എന്ന് പറയുന്ന ഒരു മിഷൻ ESAൻ്റെ. സോ ഇത് മെയിനായിട്ട് എന്ന് പറയുന്ന ഒരു ഐസി മൂൺ എക്സ്പ്ലോറേഷനാണ്. ജൂപ്പിറ്ററിൻ്റെ മൂൺസ് ആയിട്ടുള്ള യൂറോപ്പ, ഗാനിമീഡ, അതുപോലെ തന്നെ കാലിസ്റ്റോ, ഇതിൽ ലൈഫ് എക്സിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പം ഈ എന്താ പറയുക, മൂണിലൊക്കെ ഒരു ഐസി ഷെല്ലാണ് നമുക്കറിയാം. ആ തിക്കായിട്ടുള്ള ഐസി ഷെല്ലിൻ്റെ അടിയിൽ സോൾട്ട് വാട്ടർ ഓഷൻസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ സയൻറ്റിസ്റ്റുകളുടെ ഒരു ബിലീഫ് എന്ന് പറയുന്നത്. അപ്പം അതിൽ ലൈഫ് എക്സിസ്റ്റ് ചെയ്യാനുള്ള വല്ല വഴിയുണ്ടോ എന്നുള്ളത് നോക്കുന്ന പരിപാടിയാണ്. ഇതിൽ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ ജൂസ് എന്ന് പറയുന്ന സാധനം 2023 ലോഞ്ച് ചെയ്തത് മെയിനായിട്ട് ജോവിയൻ സിസ്റ്റംസ് ആണ്. ജോവിയൻ സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കുക, അതായത് ജൂപ്പിറ്ററിനെ കുറിച്ച് പഠിക്കുക എന്നുള്ള, മൊത്തത്തിലുള്ള ജൂപ്പിറ്ററിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്. വേറസ് യൂറോപ്പ ക്ലിപ്പർ എന്ന് പറയുന്നത് 2024 ലോഞ്ച് ചെയ്തത് മെയിനായിട്ട് യൂറോപ്പ ക്ലിപ്പർ നാസയുടെ എന്തിനു വേണ്ടിയിട്ടാണ്, ഈ യൂറോപ്പ എന്ന് പറയുന്ന മൂണിനെ കുറിച്ച് എക്സ്ക്ലൂസീവ്ലി പഠിക്കാനാണ്, സെലക്റ്റീവ്ലി സ്പെസിഫിക്കലി അതിൻ്റെ ഹാബിറ്റബിലിറ്റിനെ കുറിച്ച് പഠിക്കാനാണ്. അതാണ് മെയിനായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി ചൈനയുടെ തൈവൻ 1 എന്ന് പറയുന്ന ഒരു മിഷൻ ഉണ്ട്. ദാറ്റ് ഇസ് ആക്ച്വലി മാസ് മിഷൻ, മാസിലോട്ടുള്ള ഒരു മിഷനാണ്. അതിലൊരു ഓർബിറ്ററും ലാൻഡറും അതുപോലെ തന്നെ റോവറും ഉണ്ട്. ആ റോവറിൻ്റെ പേര് സുറോങ് എന്നാണ്. അതൊരു സിംഗിൾ മിഷനിൽ തന്നെ പോയിട്ട് മാർഷ്യൻ സോയിലും അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയറും കണ്ട് പഠിക്കുക, അതിനെക്കുറിച്ച് മനസ്സിലാക്കുക, അതിൻ്റെ സാമ്പിൾസ് എടുത്തിട്ട് വരിക എന്നുള്ളൊരു കൺസെപ്റ്റാണ്. പിന്നെ ജപ്പാൻ്റെ സാക്സിൻ്റെ തന്നെ MMX എന്ന് പറയുന്ന ഒരു സാധനം. MMX എന്താ, ഫോബോസിൻ്റെ സാമ്പിൾ റിട്ടേൺസ്. ഫോബോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസിൻ്റെ 2 മെയിൻ ആയിട്ടുള്ള മൂണുകളിൽ ഒന്നാണ് ഫോബോസ് എന്ന് പറയുന്നത്. അവിടെ പോവുക, അവിടെ പോയി സാമ്പിൾസ് കളക്ട് ചെയ്യുക, എന്നിട്ട് തിരിച്ച് എർത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ, എന്തോ ഒരു കാരണം കൊണ്ട് മാസിൽ എന്തോ ഒരു തട്ടലോ മുട്ടലോ സംഭവിച്ചു, എന്നിട്ട് ആസ്ട്രോയിഡ്സ് ഉണ്ടായി. ആ ആസ്ട്രോയിഡ്സ് ആണ് ഈ പറയുന്ന ജൈൻ്റ് ആയിട്ടുള്ള എന്തോ ഒരു ഇമ്പാക്റ്റിൽ ഉണ്ടായ ഈ ആസ്ട്രോയിഡ്സ് ആണ് ഈ പറയുന്ന മൂൺസ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. സോ വെദർ ഇറ്റ്സ് ട്രൂ ഓർ നോട്ട് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പോയിട്ട് സാമ്പിൾസ് കളക്ട് ചെയ്യുന്നത്. ഈ ഒരു പരിപാടി 2026 ഈ വർഷം ചെയ്യും എന്നാണ് അവർ പറയുന്നത്. ഓൾറൈറ്റ്. സോ ഇതൊക്കെയാണ് അതർ പ്ലാനറ്ററി. യൂറോപ്പ ക്ലിപ്പർ നാസയുടെ എന്ന് പറയുന്നു, അതുപോലെ തന്നെ ജൂസ എസ എന്ന് പറയുന്ന സംഭവം. ഈ പറയുന്ന ജൂപ്പിറ്റർ അല്ലേ, ജൂപ്പിറ്ററിൽ പോവുക, എന്നിട്ട് അതിൻ്റെ മൂണുകളെ പറ്റി പഠിക്കാം. ചൈന എന്ന് പറയുന്നൊരു ചൈന കൊണ്ടുവരുന്ന തൈവൻ എന്ന് പറയുന്ന ഒരു മാസിൻ്റെ ഒരു സംഭവമാണ്. മാസിൽ പോവുക, അതിൻ്റെ സോയിലും അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് പഠിക്കാം. അതിന് ജപ്പാൻ്റെ MMX എന്ന് പറയുന്നത് കൂടുതലായിട്ടാണ് ഫോബോസിനെ കുറിച്ചിട്ടാണ്. അതായത് മാസിൻ്റെ തന്നെ ഒരു എന്താ പറയുക, മൂണാണ്, മാസിൻ്റെ തന്നെ ഒരു സാറ്റലൈറ്റ് ആണ്, അതിനെ പോയിട്ട് പഠിക്കുക എന്നുള്ള രീതിയിലുള്ള പ്ലാനറ്ററി എക്സ്പ്ലോറേഷൻസ്. ഇതാണ് മെയിനായിട്ട് ഇപ്പോൾ 2026 ഇങ്ങനെ ചുറ്റുവട്ടത്തിൽ ഇങ്ങനെ റീസണായിട്ട് കറണ്ടായിട്ട് അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു.